തേജസ് എന്ന യുദ്ധവിമാനം വികസിപ്പിച്ചതിന് പിന്നാലെ മറ്റൊരു യുദ്ധവിമാനവും തദ്ദേശീയ വികസനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയാണ്. 5ാം തലമുറ യുദ്ധവിമാനമായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് സ്വന്തമായി വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളാണ് വിജയത്തിലേക്ക് അടുക്കുന്നത്. വിമാനത്തിന്റെ എയർഫ്രെയിം രൂപകൽപ്പന പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. വിമാനത്തിൽ ഉപയോഗിക്കേണ്ട അത്യാധുനിക റഡാറും വേഗത്തിൽ വികസിപ്പിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. യുദ്ധവിമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അതിന്റെ എയർഫ്രെയിം. യുദ്ധവിമാനത്തിന്റെ പ്രവർത്തനവും അതിന്റെ രൂപവും സ്ഥിരതയും നിർണ്ണയിക്കുന്നത് അതിന്റെ എയർഫ്രെയിമിന്റെ കൃത്യതയാണ്. മറ്റു ഉപകരണങ്ങൾ ഘടിപ്പിക്കേണ്ടതും എയർഫ്രെയിമിലാണ്. എയർഫ്രെയിം വികസിപ്പിക്കുന്നതിന്റെ നിർണായക ഘട്ടം പിന്നിട്ടിരിക്കുന്നുവെന്നാണ് ഒടുവിൽ വന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത്. സ്വകാര്യ പ്രതിരോധ കമ്പനികളുമായി ചേർന്നാണ് ഇക്കാര്യത്തിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത്. അത്യാധുനിക സെൻസർ ഉൾപ്പെടുന്ന ആധുനിക റഡാർ ഇതിനായി പ്രത്യേകമായി വികസിപ്പിക്കുന്നുമുണ്ട്. സ്റ്റെൽത്ത് സവിശേഷതയുള്ള യുദ്ധവിമാനമായാണ് AMCA വികസിപ്പിക്കുന്നത്. AMCA ഇരട്ട എഞ്ചിൻ യുദ്ധവിമാനമായിരിക്കും. വ്യോമസേന ഇപ്പോൾ ഉപയോഗിക്കുന്ന സുഖയ് 30MK യുദ്ധവിമാനം കാലക്രമേണ ഒഴിവാക്കുന്ന മുറയ്ക്ക് അതിന്റെ പകരക്കാരനായി വിന്യസിക്കാനുള്ളതാണ് AMCA. വിവിധ ആകാശ യുദ്ധമുറകളിൽ ഉപയോഗിക്കാൻ പ്രാപ്തമായ നിലയിലാണ് AMCA വികസിപ്പിക്കുന്നത്. 2026 മധ്യത്തിൽ തന്നെ AMCയുടെ പ്രോട്ടോടൈപ്പിന്റെ ആദ്യ രൂപം തയ്യാറാക്കുമെന്നാണ് കണക്കാക്കുന്നത്. 2028 വിമാനത്തിന്റെ പരീക്ഷണ പറക്കലും നടക്കും. ലോകത്ത് മറ്റ് 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ വികസിപ്പിച്ചതിനേക്കാൾ അതിവേഗത്തിലാണ് ഇന്ത്യയുടെ AMCA സജ്ജമായിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ F-35 വികസിപ്പിച്ചെടുത്തത് 15 വർഷം കൊണ്ടാണ്. അതിനേക്കാൾ ഏറെ വേഗത്തിൽ AMCA തയ്യാറാകുമെന്നാണ് വിലയിരുത്തൽ. വ്യോമസേനയെ ആധുനികവൽക്കരിക്കുന്നതിനും സ്വയം പര്യാപ്തമാക്കുന്നതിനും ഉദ്ദേശിച്ചാണ് AMCA പദ്ധതി നടപ്പിലാക്കുന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ യുദ്ധവിമാനം തേജസ് ആയിരുന്നു. ഒറ്റ എഞ്ചിനുള്ള ഈ കോമ്പാക്ട് യുദ്ധവിമാനം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് ആണ് നിർമ്മിക്കുന്നത്. DRDOയുടെ കീഴിലുള്ള എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയാണ് ഈ വിമാനം രൂപകൽപ്പന ചെയ്തത്. 2001 തേജസ് ആദ്യമായി പറക്കുന്നത്. 2003 ഈ വിമാനത്തെ തേജസ് എന്ന് ഔദ്യോഗികമായി നാമകരണം ചെയ്തു. 2015 ഈ വിമാനം ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി. സൂപ്പർസോണിക് കോമ്പാക്ട് എയർക്രാഫ്റ്റുകളിൽ ഏറ്റവും ഭാരം കുറഞ്ഞതും ചെറുതുമായ വിമാനമാണ് തേജസ്. HF-24 മാരുതിനു ശേഷം HAL വികസിപ്പിച്ച രണ്ടാമത്തെ സൂപ്പർസോണിക് വിമാനമാണ് തേജസ്. 2016 ആദ്യ തേജസ് സ്ക്വാഡ്രൺ പ്രവർത്തനക്ഷമമായി. ഇന്ത്യൻ വ്യോമസേനയുടെ 45ാം നമ്പർ സ്ക്വാഡ്രൺ അഥവാ ഫ്ലൈയിങ് ഡാഗേഴ്സ് ആണ് തേജസുകൾ ആദ്യമായി ഉപയോഗിച്ച സ്ക്വാഡ്രൺ. MiG-21 ബൈസണുകൾ മാറ്റിയാണ് തേജസുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. തേജസ് മാർക്ക് 1, മാർക്ക് 1A, ട്രെയിനർ വിമാനം തുടങ്ങിയവ ഇന്ത്യൻ വ്യോമസേനയുടെ പക്കലുണ്ട്. ഉടൻ തന്നെ 324 തേജസ് വിമാനങ്ങൾ കൂടി വാങ്ങാനാണ് വ്യോമസേന ലക്ഷ്യമിടുന്നത്. 4000 കിലോ പേലോഡ് ശേഷിയുണ്ട് തേജസിന്. ഒറ്റ പൈലറ്റാണ് തേജസ് നിയന്ത്രിക്കുന്നത്. ടേക്ക് ഓഫ് ഭാരം 13,300 കിലോ വരും. തേജസ് നിലവിൽ ഇന്ത്യൻ വ്യോമസേനയുടേത് മാത്രമാണ്. മറ്റു രാജ്യങ്ങൾക്കൊന്നും ഇത് നൽകിയിട്ടില്ല. എന്നാൽ പല രാജ്യങ്ങളും ഇത് വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. അതേസമയം വ്യോമസേനയ്ക്ക് വേണ്ടി 113 മൾട്ടിറോൾ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള പദ്ധതിയും കേന്ദ്ര സർക്കാർ മുന്നോട്ട് നീക്കുകയാണ്. പദ്ധതിയുടെ അന്തിമരൂപം വൈകാതെ നൽകുമെന്നും വിമാനങ്ങൾക്കായി കരാർ ക്ഷണിക്കുമെന്നുമാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന വിവരം. യുദ്ധവിമാനങ്ങളുടെ 42 സ്ക്വാഡ്രണുകൾക്കാണ് അനുമതിയുള്ളത്. എന്നാൽ നിലവിലാകട്ടെ 31 സ്ക്വാഡ്രണുകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. MiG-21 ബൈസൺ യുദ്ധവിമാനങ്ങളുടെ അവശേഷിക്കുന്ന 2 സ്ക്വാഡ്രണുകൾ കൂടി പിൻവലിക്കുന്നതോടെ ബലം വീണ്ടും കുറയും. ഈ സാഹചര്യത്തിലാണ് അതിവേഗത്തിലുള്ള നടപടികൾ.